നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, വളരെ രസകരമായ ടാസ്ക് ആയിരുന്നില്ലേ ഈ മണി ബാങ്ക് ടാസ്കുകളൊക്കെ. അപ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, ആണ് ലാലേട്ട, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും നല്ല രീതിയിൽ ഫണ്ടൊക്കെ കിട്ടി. പക്ഷേ അത് വിന്നറിൻ്റെ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്നു എന്ന് കേട്ടപ്പോൾ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, അതെന്താ, നല്ലതല്ലേ, അങ്ങനെ കുറയ്ക്കുന്നതിൽ ഇപ്പം എന്താ പ്രശ്നം? നല്ലതല്ല ലാലേട്ട, അത് അക്ബർ അങ്ങ് തുറന്ന് പറയാണ്. 6 സീസണിലും സെപ്പറേറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആ ക്യാഷ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ക്യാഷ് ഉണ്ടല്ലോ, ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അവർക്ക് ആ എമൗണ്ടിൽ നിന്ന് എടുത്താൽ പോരെ. ഇത് വിന്നറിൻ്റെ എമൗണ്ടിൽ നിന്നും കുറയ്ക്കുന്നത് എന്തിനാ? കഴിഞ്ഞ സീസണുകളിലൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ. ശരിക്കും എന്തിനല്ലേ ഏഷ്യാനെറ്റ് ഇത്രയും വലിയൊരു ഗെയിം ഷോ നടത്തിയിട്ട് ഈ വിന്നറിൻ്റെ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കാനിരുന്നത്? ശരിക്കും അവർക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച TRP ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടിക്കാണത്തില്ല, അതിനുള്ളൊരു പരിപാടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ വിന്നറിനൊരു എമൗണ്ട് അവരിങ്ങനെ ചെയ്തിട്ട് ഒരു പ്രഖ്യാപിച്ചിട്ട് അത് പിന്നെ മാറ്റുന്നത് ശരിയല്ല. അപ്പം നമ്മുടെ ലാലേട്ടൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാ സീസണും അങ്ങനെ പറ്റത്തില്ലല്ലോ. ചില സീസണുകളിൽ നമ്മൾ മാറി ചിന്തിക്കാമല്ലോ, അല്ലേ? എല്ലാ സീസണിലും ഇപ്പോൾ ഒരേപോലെ വേണ്ടല്ലോ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, അതേ ലാലേട്ട, എൻ്റെ സങ്കടമാണ്, ഈ സീസണിലെ പോലെ ആയിരിക്കണം ഇനി അടുത്ത 15 സീസൺ വന്നാലും 20 സീസൺ വന്നാലും ഈ ബിഗ് ബാങ് ടാസ്ക് മതി, അല്ലാതെ വേറെ മണി എടുത്തുകൊണ്ട് പോകുന്ന ടാസ്ക് വേണ്ട. അത് കണ്ടാൽ എനിക്ക് സങ്കടം വരും, കാരണം എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ടാസ്ക് തന്നെ മതി. അതപ്പോൾ അതാകുമ്പോൾ എനിക്ക് ഓർക്കാമല്ലോ, എനിക്ക് എന്തായാലും നല്ല സങ്കടമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നെവിൻ വീണ്ടും ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ